ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്നുള്ളത് അൽ അറബിയുടെ വണ്ടി പണിയാനാണ്. അറബി ഉച്ചയ്ക്ക് 12:30 1 മണിയാകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുവളിയാന്ന് പറഞ്ഞു. സമയം എത്ര ആയിരുന്നുണ്ടോ? 3:30. ആണോ മയിലെ പറഞ്ഞ വിലയ്ക്ക് വാക്ക് സമയത്തിന് വില വേണോടാ, പറഞ്ഞ വാക്കിന് വില വേണം. എപ്പോഴും മൊണ്ടിയാണ് പോയി. ഇന്നാൾ കൊണ്ടുവരാന്ന് പറഞ്ഞ് മൊണ്ടിയാക്കി, ഇന്ന് വരാൻ ഉച്ചയ്ക്ക് വരാന്ന് പറഞ്ഞിട്ട് മണി 3:30 മൊണ്ടി കപ്സ ഒളിച്ചിരിക്കണടാ മയിലെ. അപ്പോൾ ഇവൻ്റെ വണ്ടിയുടെ ബ്രേക്ക് ഇഷ്യൂ ഉണ്ട് കേട്ടോ. ബ്രേക്ക് എന്ന് വെച്ചാൽ ഭയങ്കര കട്ടിയാണ്, പിടിച്ചിട്ട് നിൽക്കണമില്ല. അപ്പോൾ ആ ബ്രേക്ക് ഒന്ന് ക്ലിയർ ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്ന സാധനം ഇല്ല വണ്ടിക്ക്. ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ട് ഞാൻ ഇപ്പോൾ വന്നിട്ട് നോക്കിയപ്പോൾ ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ടുവന്നത്. അപ്പോൾ അത് 4 വീലിൻ്റെ ബ്രേക്ക് നോക്കണം, ബാക്കും ഫ്രണ്ടും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇവൻ്റെ ഈ ടെയിൽ ലൈറ്റ്, നമ്മുടെ ഇവിടുത്തെ ഈ ലൈറ്റിൻ്റെ ബൾബ് മാറണം. ഈ ബൾബ്, ഇതിൻ്റെ ബൾബ് 2 മാറ്റണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കാലിപ്പറും വീൽ ഹബും പെയിൻറ് ചെയ്യാണ്. അത് അടിക്കുന്ന കളറാണെങ്കിൽ സൂപ്പർ കളറാണ്. ഗസ്റ്റ് ചെയ്യൂ ഗൈസ്, കളർ കിളിപ്പച്ച. അപ്പോൾ കിളിപ്പച്ച കേട്ടാ, കിളിപ്പച്ച. അപ്പോൾ ഫ്ലൂറസെൻ്റ് ഗ്രീനാണ് നമ്മളിതിൻ്റെ ഹബിനും കാലിപ്പറിനും അടിക്കാൻ പോകുന്നത് കേട്ടോ. ജസീം ഓൾറെഡി ഇപ്പോൾ അതിൻ്റെ ബൾബ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്, കാരണം ഇനി സ്പെയർ എടുക്കാൻ വേണ്ടി പോകണം. ജസീം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അൽ അറബി ഒട്ടലഹ എപ്പോഴും അവൻ ഒരു ബസ്സിന്റെ പിറകെ അവൻ മണിക്കൂർ അവൻ 10 മിനിറ്റ് എത്തുന്ന പറഞ്ഞ് 3/4 മണിക്കൂർ ഞാനും ജെസിയും വെളിയിൽ പോസ്റ്റായി. ഏതാ പെമ്പിളറെ പറഞ്ഞ ബസ്സിന്റെ പിറകെ അവർക്ക് ടാറ്റയും കൊടുത്ത് വന്നതായി. അലവലാതി ചെറുക്കൻ ഗത്താണ് കേട്ടോ, സിംഗിളാണ് കേട്ടോ. ബാങ്കിൽ നല്ല കുട്ടികളുണ്ടെങ്കിൽ നോക്കാം, കല്യാണം കഴിക്കാൻ റെഡിയായി നിൽക്കുകയാണ് അല്ലടാ. കലേശ്വരുടെ ഫ്രണ്ട് ജാക്കി വെച്ചു, ഇനി ബാക്കും കൂടെ വെച്ച് നിർത്തുകയാണ്. ആ ടൈമിൽ ആ ബൾബും കൂടെ ഊരിയെടുത്ത് ബാക്കി സ്പെയറും കൂടെ നമുക്ക് ബാക്ക് വീൽ ഇളക്കി നോക്കിയാൽ ബ്രേക്ക് ഷൂ ആണോ വേറെ എന്തെങ്കിലും മേടിക്കേണ്ടെന്ന് നോക്കണം. എന്നിട്ട് സ്പെയർ പോയി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കലേശ്വരുടെ ജാക്കി വെച്ച് പൊക്കിയതിന് ശേഷം ബാക്കി നോക്കാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വാവച്ചി ഇവിടെ ഉണ്ട്. വാവച്ചി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആ വാവച്ചി വായിക്കണം, വാവച്ചിയുണ്ട്. വാവച്ചി എന്തൊരു ബിസി, എന്തൊരു ബിസി. സേറ്റ് വലിച്ചോണ്ടിരിക്കുന്നു അലവലാതി. എവിടെ എന്നിട്ട് നിന്റെ കയ്യിൽ സീട്ടിരിക്കല്ലോ അമ്മ. ഇത് കണ്ടാ എടാ ആച്ചി കിളിപ്പച്ച കളറ് അവൻ്റെ വീൽ ഹബിലും കാലിപ്പറിലും ഒടിക്കാൻ. വെള്ളയിൽ കിളിപ്പച്ച. ഓ നീ ആളിയാ പോളി തന്നെ നീ. അപ്പോൾ നമുക്ക് പോകുമ്പോൾ എടുക്കാം. വൈറ്റല്ലേ നിനക്ക് വേണ്ട? എന്റെ പൊന്നാളിയാ ചുവാതെ അവൻ തന്നെ പണി കിളിപ്പച്ച മതിയെന്ന്, വേറെ ഒന്നും വേണ്ടെന്ന്. ഒരു വണ്ടി റിവേഴ്സിൽ പറഞ്ഞു കേൽസൂരോ ഫോണും. മുടിയായിട്ട് കാണിത് അറബി. അപ്പൊ അതാണ് ഞാൻ ആലോചിക്കുന്നത്, മുടിയിൽ പച്ച അടിച്ചു കൊടുക്കായിരുന്നു. വാട ഇവിടെ നീ എന്തിനാ അങ്ങോട്ട് പോകണം, നിന്നെ ആരും ഒന്നും ചെയ്യൂല. ഇതാണ് കിളിപ്പച്ച ഇവിടെ കളറൊക്കെ അടിച്ചോ പരിശീലിച്ച്. അല്ലല്ല നിന്റെ പരിപാടി. എടാ പന്നെ പണികളാ പോടാ എണിച്ച് മാറത്തില്ല. എന്താ കാണിച്ചത്? ബാക്ക് വീല് കലേശ്വര ഇളകി. കൈ സീനാണ് കലേശ്വരൻ്റെ, ഒടിഞ്ഞിരിക്കുകയാണ് കേരളം. എന്നിട്ട് കലേശ്വരൻ ജോലി ചെയ്യുന്നു, അതാണ് കലേശ്വരൻ്റെ തിരിയൂല. ഇതൊക്കെ യൂട്യൂബിൽ ഓരോന്നാണ്. നീലപ്പിളക്കാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഓടി കലേശ്വരൻ്റെ ഓടിക്കോ.
നിന്നെ പോലെ തന്നെ തേഞ്ഞു തീർന്നു. പോളിഷ് ചെയ്യാന്ന് പറഞ്ഞ് സാൻഡ് പേപ്പറുമായിട്ട് വന്നേക്കുന്നു. പോളിഷ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഹബിന്റെ അകം മൊത്തം എന്താ ഇനി പോളിഷ് ചെയ്ത് തരും. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സാൻഡ് പേപ്പർ ഇട്ട് പിടിക്കാം. പോളിഷ് ചെയ്യുന്ന എന്നെ കിട്ടത്തില്ല. പോളിഷ് ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. ഇപ്പൊ ഇതിനകത്ത് കുറച്ച് സാൻഡ് പേപ്പർ ഇട്ട് പിടിക്കാം. കുറച്ച് കിട്ടുന്നുണ്ടോ? ഹബ് പുറം ബാബച്ചി, അകം ജസീം. ഒരു പണി എടുക്കാതെ അറബി. അറബി ഇന്ന് വൈകിട്ടിറങ്ങി വന്നെങ്കിൽ നമ്മളെ കാണേണ്ട രീതി കാണണം. അത് നമുക്ക് വെയിറ്റ് പോകാൻ നമുക്ക് വെളിയിറങ്ങാൻ മുതലാക്കാം. എത്രയോ അണ്ണ കലേശുടെ? 900 രൂപ. 900 രൂപ നമ്മൾ സേവ് ചെയ്തേ. പാതി പൈസ എന്തായാലും 450. പറഞ്ഞ അതിന്റെ ഹബിനകം രണ്ടും പോളിഷ് ചെയ്യണം കേട്ടോ. അപ്പൊ പോളിഷ് ചെയ്യാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ജുബാദ് പറഞ്ഞ നമ്മളെടുത്ത് നമുക്ക് മന്തി വാങ്ങിച്ചു തരാം, നിങ്ങൾ വരച്ചാൽ മതി. അങ്ങനെ നമ്മളെടുത്ത് വരയ്ക്കുകയാണ്. മുമ്പ് പണിതിട്ടുണ്ടല്ലേ അത്? അപ്പൊ ഇനി അടുത്ത് ഈ ഹബ് അങ്ങ് മാറിയിരിക്കുന്നുണ്ടോ അല്ലേ? പൈസ ഉണ്ടോ? എന്നാ ഇപ്പൊ പോയി നമുക്ക് ഇവിടെ പോയി നോക്കാം. നീ പണക്കാരനല്ലേ എളിയാ? തൊപ്പി വരികയാണ്. മുടിയിട്ട് കാണിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും. ഇങ്ങോട്ട് വേണം. പാടും കൊള്ളാം അല്ലേ? ഫ്രണ്ട് ബ്ലീഡ് ചെയ്യേണ്ടി വരുവാണ്. പുതിയ പാട് ബ്ലീഡ് ചെയ്യേണ്ടി വരും. ബ്രേക്ക് ഒട്ടും കിട്ടല്ലോ എന്തായിരിക്കും ഇപ്പം? റോട്ടറാ അത് റെഡിയാക്കിയല്ലേ പറ്റുള്ളൂ അല്ലേ? അപ്പം ഡിസ്ക് വേണ്ട മാറേണ്ട ആവശ്യമില്ല. എല്ലാം ഒന്ന് ബ്രേക്കൊക്കെ ഒന്ന് മൊത്തം ബ്ലീഡ് ചെയ്താണ് ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എല്ലാം കൂടെ ഇട്ടായി. അപ്പോൾ ഈ പാഡൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പാഡൊക്കെ കൊള്ളാം. അപ്പോൾ അത്യാവശ്യം നല്ല പാഡ് ചെയ്യാനായിട്ട് ഇതാകണ്ട പാഡ് കൊള്ളാം. അപ്പോൾ ഇനി പാഡെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കാലിപ്പറും എല്ലാം ക്ലീൻ ചെയ്ത് ഒന്നും കൂടെ ഒന്ന് ബ്ലേഡ് ചെയ്ത് പ്രോപ്പറായിട്ട് എല്ലാം കൂടെ ചെയ്തിട്ട് കഴിഞ്ഞാൽ റെഡി ആവുമെന്നാണ് കലേശം പറയുന്നത്. അപ്പോൾ അവരവിടെ വരയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ പാഡും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ്. എടാ പാഡ് കൊള്ളാം കേട്ടോ. പാഡ് നല്ല പാട് രണ്ടും. ഇതാണ് പ്രശ്നം കേട്ടോ. ഓൾറെഡി ഒരു പ്രാവശ്യം നമ്മൾ എടുക്കുന്ന മുന്നത്തെ കസ്റ്റമർ എന്തോ കട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ജസ്റ്റ് സാമ്പിൾ ഒന്ന് പിടിച്ച് കുറച്ചും കൂടെ സ്മൂത്താക്കിയ അത്യാവശ്യം കുഴപ്പമില്ല. എന്തായാലും ഇത് മാറണം കേട്ടോ. ജുബാദ് ഓക്കെ ആണ്. അതല്ലേ ഒരച്ച് മെറ്റലാക്കുമെന്നാണ് തോന്നുന്നു അറബി. അറബിയിലെ ആ കൈര വർക്ക് കണ്ട, ആ വിരലുകൾ കണ്ട, ഓ എന്താ രസം. മതിയടാ, ബാക്കി കഴി വൃത്തിയാക്കി എടുത്താൽ എന്തായാലും ഹീറ്റ് ആകുമ്പോൾ ഇളകി പോകൂടാ പെയിന്റ്. ബ്രേക്ക് പാഡോ കുഴപ്പമില്ല. കലേഷിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് കേട്ടോ. കൈ ഇതൊരു ശരിയായില്ല കേട്ടോ. ഒരു മാസം തന്നെ. അപ്പൊ അവനും കൂടെ ഇല്ലാത്തോണ്ട് പാടിയല്ലേ. കലേശ്വരന് ഇപ്പോഴും നാണോ, ഒരു കാര്യം പറയൂല.
ഒന്നും കൂടെ ഒരേ ഉരപ്പ് തന്നെ. അവിടുത്തത് അത് ഉണങ്ങിയാളിയാ. ഇതൊന്ന് ഉണങ്ങിയിട്ട് ഇത് നമ്മൾ പെയിൻറ്റ് ചെയ്യാന്നുള്ള പ്ലാനാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് ഉണങ്ങിയില്ല എന്നുണ്ടെങ്കിൽ വെള്ളം ഇരുന്നിട്ട് പിന്നെ പെയിൻറ്റിങ് കറക്റ്റ് ആവില്ല. അപ്പോൾ അതൊന്ന് നല്ലോണം ഉണങ്ങി കിട്ടട്ടെ. അപ്പോൾ ഞാൻ ജെസ്സിയും കൂടെ ഉണ്ട്. ഭാവിച്ചാനും കൂടെ ബൾബ് മേടിക്കാൻ വേണ്ടി പോയി കേട്ടോ. ഈ ബൾബ് ഇവിടുത്തെ ഈ നമ്പർ പ്ലേറ്റ് ഇവിടുത്തെ വാമാണ് പറഞ്ഞത്. അപ്പോൾ ഈ 2 ബൾബ് വൈറ്റ് ആക്കാൻ പോവാണ്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോയി. അതാണ് എൻ്റെ സാമാനം. അതുകൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഹബ്ബെല്ലാം നമ്മൾ വരച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി കലേഷൻ്റെ വർക്കും കൂടെ ഉള്ളൂ. ഫ്രണ്ട് കഴിഞ്ഞ കലേഷൻ്റെ ഇനി ബാക്കും കൂടെ ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് സാധനങ്ങളെല്ലാം പെയിൻറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട് കാലിപ്പറൊക്കെ ഇളക്കി കലേഷൻ്റെ മൊത്തം ക്ലീൻ ചെയ്ത് ഇനിയിപ്പോൾ ഉള്ളത് ബ്രേക്ക് ഫ്ലൂയിഡ് മൊത്തം ഡ്രൈൻ ചെയ്യണം. കാരണം മൊത്തം എല്ലാം ലൂസായി. നല്ല കട്ടിയുള്ള പുതിയ ബ്രേക്ക് ഫ്ലൂയിഡ് കൂടെ കയറ്റി പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കാര്യം ഓക്കെ ആവും. അതിൻ്റെ കൂട്ടത്തിൽ ബാക്ക് ബ്രേക്കിൻ്റെ ഹബ്ബ് പ്രശ്നമുള്ളതുകൊണ്ടാണ് ബ്രേക്കിൻ്റെ ഒരു പ്രശ്നം വന്നത്. അതും കൂടെ കലേശിടപ്പോൾ ക്ലിയർ ചെയ്യും. ബ്രേക്ക് ഫ്ലൂയിഡ് എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളതാണ്. ഇത് കലേശൻ്റെ അതിൻ്റെ മെഷീൻ ഉണ്ട് കേട്ടോ. നോക്കിയോ, ഇത് ഫുൾ ഗ്രീനകത്താണെങ്കിൽ ഓക്കെയാണ്. റെഡാണ് എത്തിയത് കേട്ടോ. അപ്പോൾ ഈ ബ്രേക്ക് ഫ്ലൂയിഡ് ചേഞ്ച് ചെയ്യുന്ന സമയം എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ബ്രേക്ക് ഫ്ലൂയിഡ് ചേഞ്ച് ചെയ്യണം. മൊത്തം അവസ്ഥയായിരിക്കുകയാണ്. ബാക്കിയെല്ലാം ഏകദേശമായി. ജുബാദ് അണ്ണങ്ങെടുത്താണോ ജുബാൻ്റെ വായിലൊന്ന് വെച്ചോട്ടെ. നിൻ്റെ വാ മാറാറായില്ലേ നോക്കട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ ഏകദേശം വർക്കെല്ലാം കഴിഞ്ഞു കേട്ടോ. എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ബ്ലീഡിങ്ങും കൂടെ ഉള്ളൂ. ബ്ലീഡിങ് കൂടെ കഴിഞ്ഞ് ടയറിട്ട് വണ്ടി ഇറക്കാം. കലേഷിട്ട് അതിൻ്റെ പരിപാടി അടുത്ത് തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ പച്ചടിച്ചതിൽ ഒരു ഫാൾട്ട് പറ്റി. വൈറ്റ് മേടിച്ചില്ല. വൈറ്റ് വാങ്ങിച്ചടിച്ചിട്ട് ആദ്യം അടിച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ ക്ലിപ്പിച്ച് അടിച്ചിട്ട് കാര്യമുള്ളൂ. അല്ല അടിച്ച് പോകണ്ട. കളർ മിലിറ്ററി ഗ്രീനായി. അപ്പുറ സൈഡ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇനി അത് വൈറ്റ് മേടിച്ച് വേറൊരു ദിവസം അടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ തൽക്കാലം ഇനി ബ്ലീഡിങ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ചെയ്യാനുള്ള പരിപാടി നിൽക്കുകയാണ്. അങ്ങോട്ട് ചവിട്ടടി ചവിട്ടി വെച്ച് ചെയ്യാണ്. പമ്പ് ചെയ്യണം. വയസ്സിട്ട് പറയാൻ പാടത്ത വീണ്ടും പമ്പ് ചെയ്യണം. ചവിട്ടി വിട്ടിക്കാണ്. ബ്രേക്കേ ഇല്ല അവൻ്റെ വണ്ടിക്ക്. ഫ്ലൂയിഡ് ഇല്ല. ഫ്ലൂയിഡൊക്കെ മരിച്ച ഫ്ലൂയിഡ്. ഇവനെ പോലെ ഫ്ലൂയിഡ് വരുന്നുണ്ടോ? ഞാൻ റെഡ് അടിക്കാൻ ബ്ലാക്ക് ഒന്ന് പറഞ്ഞു. ബ്ലാക്കായ വൃത്തിയാറാണ്. അവന് പറഞ്ഞിട്ട് കാര്യമില്ല. അവന് മറ്റേ കണ്ണാപ്പി ഇത്രേ കയറുള്ളൂ. ബാക്ക് ടൈലാകുമ്പോ നമ്മൾ റെഡ് ചെയ്യാൻ പറഞ്ഞപ്പം ഇവൻ പഴയ മോഡൽ ബ്ലാക്ക്. ഏത് വേണം? ഏത് വേണോടാ? വിട്ട പമ്പ് ചെയ്തോ? ചാട്ടി പിടിച്ചോ. പമ്പ് ചെയ്തോ? നിക്കേ വിട്ടോ എന്നെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞവർക്കായി പ്ലീസ്. ഇതുപോലെ അന്റെ വണ്ടി തൊലഞ്ചു പോയി. ബ്രേക്കില്ല. കേസ് കൊടുക്കണം പിള്ളേച്ചാ. ഒരു പച്ച കാണാനില്ല. ചാടി പിടിച്ചോ.
എൻ്റെ ഫ്രൂട്ട് കിട്ടി കടവ് ചവിട്ടി കളയാൻ ഇന്ന് കുറേ പൈസ പോകും. പിന്നെ നീ എന്ത് വിചാരിച്ചു വെറുതെ എന്നാ അല്ലെങ്കിൽ മറ്റേ കൈപ്പണി പോലെ അല്ല ഇത് കേട്ടാ ആര് കൊല്ലട്ടെ നീ നിനക്ക് ആര് കൊണ്ടുവരാ ഇനി പഴയ ഓയിലെ കളറൊക്കെ കളിയാ ബാക്കി ഓയിൽ ബാക്കിലത്തെ കൊണ്ട് കാണിച്ചു കൊടുക്കാം കറുപ്പ്. യുവാദിനെ പോലെ കരിപറണ്ട ജീവിതവും പഴയ ഇതിന്റെ അവസ്ഥ കരിപോയി. ഇതായത് ബ്രേക്ക് ഫ്ലൂയിഡ് ആണ് കേട്ടോ ഇതിന്റെ നല്ല കളറുണ്ട്. ഇതില് നോക്കി ഇതിൽ നോക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നത് കേട്ടോ അറബിക് ബ്രേക്ക് ഫ്ലൂയിഡ്. അപ്പോൾ ഇതാ ഇനി അടുത്ത ടെസ്റ്റ് ചെയ്യാൻ പോകാൻ കേട്ടോ പുതിയ ബ്രേക്ക് ഫ്ലൂയിഡ്. വേണ്ട ഫുൾ പച്ച എത്തിക്കുന്നുണ്ടോ. നേരത്തെ റെഡ് ആയിരുന്നു, ഇതിപ്പോൾ ഫുൾ പച്ച എത്തിക്കുന്നത്. അതായത് ബ്രേക്ക് ഫ്ലൂയിഡ് ഇപ്പോൾ ഓക്കെയാണ് കേട്ടോ. ബ്രേക്ക് ഇല്ലായിരുന്നു അവന്. ഇത് ബ്രേക്ക് കുറച്ചെങ്കിലും കിട്ടിയത് ഭാഗ്യോടാ. ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഓടിച്ചവനാണ് അവൻ. എൻ്റെ ഹാൻഡ് ബ്രേക്ക് കിട്ടുന്നില്ലെന്ന് അല്ല അറബി. അപ്പോൾ ഏകദേശം വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ടയർ എടുത്തിട്ട് എല്ലാം സീല് അടച്ചാൽ മതി. പാച്ചി വാടാ മന്തി കഴിക്കാൻ പോവാ. നീ സിറ്റി പോയിട്ട് വരാൻ എന്തിരി നീ എന്തിരി ഹയാബൂസല്ല പോയിട്ട് വന്നാ ഡിയോൻ അല്ല അത് ചുമ്മാ നെലവങ്ങാട് വരെ പോയിട്ട് വന്നേന്. നെലവങ്ങാട് സിറ്റി പോയിട്ട് വന്നത്. അപ്പോൾ ഏകദേശം കഴിഞ്ഞ കേട്ടോ എല്ലാം. ഇനി ടയറൊക്കെ എടുത്തിട്ട് തീർത്താൽ മതി കേട്ടോ. ഹാൻഡ് ബ്രേക്കും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. നേരത്തെ പഴം പോലെ ഇരുന്നതാണ്, ഇപ്പം ടൈറ്റ്. അവനെ പോലെ പഴം പോലെ നേരത്തെ അവനെ പോലെ ആയിരുന്നു കേട്ടോ, ജുബാനെ പോലെ ആയിരുന്നു. ഇപ്പൊ കട്ട് ചെയ്താ കണ്ടാ, നേരത്തെ ഇങ്ങനെ വരുമായിരുന്നു, ഇപ്പൊ കറക്റ്റായി. ഈ 3 ദിവസം നമുക്ക് മൊണ്ടി വന്ന് വണ്ടി സൂക്ഷിക്കൂല, ആടുകൾക്ക് മേയാൻ കുടിക്കല്. ഉച്ചക്ക് വരാന്ന് പറഞ്ഞു, നീ 3:30 വന്നത്. നീ പിന്നെ ഉച്ചക്ക് ഇവ അല്ലേ മൊണ്ടി ഇവ. അപ്പോൾ വർക്ക് കഴിഞ്ഞ കേട്ടോ. ഇനി ടയർ എടുത്തിട്ട് വണ്ടി ഇറക്കി ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി. ബാക്കി പരിപാടിയെല്ലാം കഴിഞ്ഞ് പിന്നെ പോണ വഴിക്ക് ഇവന് ടെയിൽ ലൈറ്റ് മാറണം. ഇവിടുത്തെ ഈ ബൾബ് മേടിച്ചോണ്ട് പക്ഷേ ലെങ്ത് കൂടുതലായതുകൊണ്ട്, ഈ സാമാനം ഇവിടെ ഇട്ടിരിക്കുന്ന ലെങ്ത് കൂടുതലായതുകൊണ്ട് ഈ ഗ്ലാസ്സിൽ തട്ടുന്നുണ്ട്. അപ്പോൾ ചെറിയ വെള്ള വൈറ്റ് LED മേടിക്കണം. അപ്പോൾ അത് പോണ വഴിക്ക് അതുകൂടെ മേടിച്ചോണ്ട് പോയി മാറണം. വേറെ ജുബാ, നീ ആവശ്യമില്ലാത്ത പരിപാടി ഒന്നും എടുത്ത് വയ്ക്കരുത് കേട്ടോ. വണ്ടി അവസാനം കറണ്ടില്ലാതെ ഓടേണ്ടി വരും. നീ ചുമ്മാ ഈ ആവശ്യമില്ലാത്തവര് കാണിച്ചു കൊടുക്കല്ലേ. ഈ സാധനം ഈ സുസുക്കിരി ഇതൊക്കെ കൊള്ളാം. സുസുക്കിരി ലോക പറഞ്ഞാണ് ആമസോൺ. വേറെ ഒന്നുമല്ല ഏട്ടാ, ഇത് ട്യൂബിലിടാനുള്ളത്. നീ വെറും കണ്ണാപ്പിയല്ല, എക്സ്ട്രീം കണ്ണാപ്പിയാണ്. ഓൾമോസ്റ്റ് കഴിഞ്ഞ കേട്ടോ. ഇനി ഈ വീലും കൂടെ സെറ്റ് ചെയ്താൽ മതി. അവിടെ ഒരു ബോൾട്ട് തള്ളി ഇങ്ങനെ ജസ്റ്റ് നിങ്ങൾ ഊരി കളയണം. നോക്കി കേട്ടോ, പിടിക്കണ്ട, തുരുമ്പെടുത്ത് ഇതായി പോയിരുന്നു. ഊരി അങ്ങ് പോട്ട്. ടൈറ്റ് ആവുന്നില്ല, നോക്കി ടൈറ്റ് ആവുന്നു. വണ്ടി ഇറക്കിയാണ്. അപ്പോൾ വർക്ക് കഴിഞ്ഞ് ജസ്റ്റ് ഇറക്കി ഓടിച്ചു കൊടുക്കും.
ഹാൻഡ് ബ്രേക്ക് ഇട്ടുണ്ട്. ശരിയായില്ലേ? ഞാൻ ഓടിച്ച് ബ്രേക്ക് അടിപൊളിയാണ് കേട്ടോ. ഇനി കലേഷനോട് കൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടുണ്ട്. പശുവിൻ്റെ സൈഡിൽ കൂടെ വണ്ടി പറഞ്ഞുണ്ട്. കണ്ട് 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 നിന്നെ കണ്ടോണ്ടാണ്. ആർക്ക് ഓഫാക്കും? ആ ഓണാക്കും. ബ്രാക്ക് ചോട്ട്. ഓക്കെ. അപ്പോൾ കാശ് നിങ്ങൾ ആ വീഡിയോ കണ്ട് ഇപ്പം തൊട്ട് മുന്നേ കണ്ട വീഡിയോ പോലെ നമ്മൾ അവൻ്റെ വണ്ടിയുടെ ടെയിൽ ലൈറ്റും അതിൻ്റെ പോലെ നമ്പർ പ്ലേറ്റ് അതിൻ്റെ മേളിൽ വരുന്ന ആ ലൈറ്റും രണ്ടും അത് വൈറ്റും ആക്കി. ഇത് ബ്ലിങ്ങിങ് ലൈറ്റ്സ് മീൻസ് ബ്രേക്ക് ഔട്ടും ബ്ലിങ്ങിങ് അല്ലാത്തപ്പോൾ റെഡ് ആയിട്ടുള്ള ആ ബൾബ് മാറി കേട്ടോ. മാറി ആ വർക്ക് അവിടെ തീർന്നു. അത് ഇന്നലെ ആയിരുന്നു, രാത്രി ആയതുകൊണ്ട് ഇരുട്ടായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കാശ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഇനി അടുത്ത വീഡിയോ കാണാം. അതുപോലെ ബൈ, ടേക്ക് കെയർ.